ഹലോ ഗൈസ്, ഇന്ന് ഓഡിയോ എക്സ് AV5000 5.1 ആംപ്ലിഫയറിൻ്റെ ഒരു റിവ്യൂ വേണമെങ്കിൽ പറയാം. 1 ഇയർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൺട്രോളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേറെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. എല്ലാ ഫങ്ഷനും ഉണ്ട്. MP3, USB, ബ്ലൂടൂത്ത്, SD കാർഡ്, പിന്നെ മൈക്ക് കണക്ടിവിറ്റി, ബാസ് ആൻഡ് ട്രബിൾ, സെൻറ്റർ, സറൗണ്ട്, സബ്ബൂഫറിൻ്റെ ഗെയിൻ കൺട്രോള്, പിന്നെ മാസ്റ്റർ വോളിയം ഇല്ല, ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് വോളിയം സെപ്പറേറ്റ്, ബാക്കി എല്ലാ സറൗണ്ടൊക്കെ സെപ്പറേറ്റ് വോളിയം മാത്രമേ ഉള്ളൂ. മാസ്റ്റർ എല്ലാം കൂടി ഒന്നിച്ച് വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അത് റിമോട്ട് ഉണ്ട്, റിമോട്ടിലും ഇല്ല. റിമോട്ടിലാകെ USB, ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെ മാത്രമാണുള്ളത്. പിന്നെ ടോറോയിഡൽ ട്രാൻസ്ഫോമറാണ് വരുന്നത്. ടോറോയിഡൽ ട്രാൻസ്ഫോമറിൽ നമുക്ക് ആംബിയർ മെൻഷൻ ചെയ്തിട്ടില്ല. 24 വോൾട്ടിൻ്റെ 2 ഔട്ട്പുട്ടും 14014ൻ്റെ 2 ഔട്ട്പുട്ടും ആണുള്ളത്. ട്രാൻസ്ഫോമർ ടോറോയിഡ് ആണ്. അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ കാണുന്നത് നമുക്ക് മെയിൻ ബോർഡാണ്. മെയിൻ ബോർഡിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് AX8000 5000 സെയിം ബോർഡാണ്. എല്ലാത്തിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. പിന്നെ മെയിൻ ബോർഡിലും സബ്ബൂഫറിൻ്റെ ബോർഡിലും എല്ലാത്തിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. സബ്ബൂഫറിൻ്റെ ബോഡി കാണുന്നതാണ് ഒരു 2 ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള സബ്ബൂഫറിൻ്റെ ബോർഡാണ്. 24ൽ വർക്ക് ചെയ്യുന്ന കുഴപ്പമില്ലാത്ത ഔട്ട്പുട്ടും കാര്യങ്ങളെല്ലാം വരുന്നത്. എന്നാൽ വളരെ പവർഫുൾ ആണെന്ന് പറയാനും പറ്റില്ല. ഹെവി ലോഡ് വർക്ക് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നണില്ല സാധനം. പിന്നെ 5.1 ചാനലിൽ സബ്ബൂഫർ വെച്ചിട്ടുള്ള 5 ചാനലിൻ്റെ അകത്ത് വരുന്നത് ചെറിയ IC വെച്ചിട്ടുള്ള ഒരു ബോർഡാണ് വരുന്നത്. അപ്പോൾ മെയിൻ ഫ്രണ്ട് ചാനലിൻ്റെ ഔട്ട്പുട്ട് കൊടുത്തിരിക്കുന്നത് നല്ല വലിയ കണക്ടറും കാര്യങ്ങളെല്ലാം ആണ്. പക്ഷേ ഇതിൽ ഈ ചെറിയ IC അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററിൽ നിന്ന് ഇത്ര ഔട്ട്പുട്ട് ഉണ്ടാകും എന്ന് എനിക്ക് തോന്നണില്ല. എന്നിരുന്നാലും കുഴപ്പമില്ലാത്ത വർക്കിങ്ങും കാര്യങ്ങളെല്ലാം ആണ്. ഫ്രണ്ട് ചാനലിൽ ഭയങ്കര ബാസ് ഔട്ട്പുട്ട് ഒന്നും കിട്ടാനില്ല. സബ്ബൂഫർ തരക്കേടില്ലാത്ത ഔട്ട്പുട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഒരു 5000-6000 രൂപേൻ്റെ അകത്ത് ഒതുങ്ങുന്ന ഒരു ആംപ്ലിഫയർ ഇത്ര വർക്കിംഗ് കാര്യമെല്ലാം കിട്ടുന്നത് നല്ലതാണെന്ന് തോന്നുന്നു.